അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം പശ്ചിമേഷ്യയാകെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ പാടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ തങ്ങളുടെ സൈനിക നീക്കത്തിന്റെ ഏറ്റവും പുതിയതും മാരകവുമായ ഘട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ഒരേ സമയം വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. ഈ സംയുക്ത ആക്രമണം പശ്ചിമേഷ്യൻ ഭൂപ്രദേശത്തെ സൈനിക സന്തുലിതാവസ്ഥയെ പാടെ ഉലയ്ക്കുന്നതാണ്. ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ അമേരിക്ക തുടർച്ചയായി നടത്തുന്ന വ്യോമാക്രമണങ്ങൾക്ക് തക്കതായി മറുപടി നൽകുമെന്ന് തെഹ്റാന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരേ സമയം നൂറുകണക്കിന് അത്യാധുനിക ആത്മഹത്യാ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഈ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിൽ ശക്തമായ പ്രതിരോധ കോട്ടകളുള്ള കുവൈറ്റും ജോർദാനും ഇതോടെ നേരിട്ടുള്ള യുദ്ധക്കളങ്ങളായി മാറിയിരിക്കുകയാണ്. ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പാകത്തിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഈ നീക്കത്തിനായി ഉപയോഗിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. കുവൈറ്റിലെ അമേരിക്കൻ സേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താവളങ്ങളായ ക്യാമ്പ് ഉദൈരി, അലി അൽ സലൈം എയർബേസ് എന്നിവയെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രധാന ആക്രമണം. കുവൈറ്റിലെ യുഎസ് കരസേനയുടെയും വ്യോമസേനയുടെയും താവളങ്ങളായ ഇവിടങ്ങളിൽ ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള കമാൻഡ് സെന്ററുകളെയും ആയുധപ്പുരകളെയും നിശ്ചലമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ഡ്രോൺ തരംഗങ്ങൾ ഉണ്ടായത്. ഈ താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം പെന്റഗണിനെ വൻ നയതന്ത്ര സൈനിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കുവൈറ്റിന് പുറമെ അയൽ രാജ്യമായ ജോർദാനിലെ തന്ത്രപ്രധാനമായ അൽ അസ്രഖ് എയർബേസിന് നേരെയും ഇറാന്റെ ഡ്രോണുകൾ ആക്രമണം നടത്തി. അമേരിക്കൻ യുദ്ധവിമാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും ഇറാഖ്, സിറിയ അതിർത്തികൾ നിരീക്ഷിക്കാനായി പ്രധാനമായും ഉപയോഗിക്കുന്നത് ജോർദാനിലെ ഈ വ്യോമതാവളമാണ്. ഇവിടേക്ക് ഒരേ സമയം ഡ്രോണുകൾ അയക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനികാസൂത്രണത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ മണ്ണിൽ കയറി അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ വിക്ഷേപണം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ കുവൈറ്റ് സൈന്യം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും സജ്ജമാക്കുകയുണ്ടായി. കുവൈറ്റ് മണ്ണിലേക്ക് കുതിച്ചെത്തിയ പല ശത്രു ഡ്രോണുകളെയും തങ്ങളുടെ പ്രതിരോധ വ്യൂഹം ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായി കുവൈറ്റ് സൈനിക വക്താവ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ കുവൈറ്റിന്റെ ആകാശത്ത് വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ പ്രതിരോധിച്ചെങ്കിലും രാജ്യം നേരിടുന്ന സുരക്ഷാ ഭീഷണിയിൽ കുവൈറ്റ് ഭരണകൂടം കടുത്ത ആശങ്കയിലാണ്. കുവൈറ്റും ജോർദാനും ആക്രമിക്കപ്പെട്ടതിനു പിന്നാലെ പശ്ചിമേഷ്യയെ കൂടുതൽ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു വാർത്തയും പുറത്തു വന്നു. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തും വൻതോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെയും അറബിക്കടലിലെയും അമേരിക്കൻ നാവിക മേധാവിത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ബഹ്റൈനിലെ ഈ ആസ്ഥാനം. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദം ഇതുവരെ അമേരിക്കയോ ബഹ്റൈൻ അധികൃതരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഈ വാർത്ത മേഖലയിലെ ഭീതി ഇരട്ടിയാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയൊരു പരീക്ഷണ ഘട്ടമാണ് സമ്മാനിക്കുന്നത്. തങ്ങളുടെ രാജ്യത്തുള്ള യുഎസ് സൈനിക താവളങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനെതിരെ നീങ്ങുന്നത് എന്നതിനാൽ തങ്ങളും ഈ വലിയ യുദ്ധത്തിന്റെ ഭാഗമാക്കേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലും യുദ്ധഭീതി ശക്തമാണ്. തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് ഈ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റും ജോർദാനും കാണുന്നതെങ്കിലും അമേരിക്കൻ സാന്നിധ്യം ഒഴിവാക്കാൻ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുകയുമില്ല. കഴിഞ്ഞ 7 ദിവസമായി ഇറാന്റെ മണ്ണിൽ അമേരിക്ക നടത്തുന്ന കനത്ത ബോംബാക്രമണങ്ങൾക്കുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇതെന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിലൂടെ വാഷിംഗ്ടണിന്റെ സൈനിക നടപടികൾ കൊണ്ട് തങ്ങളെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. തങ്ങളുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇത്തരം വൻകിട സംയുക്ത ആക്രമണങ്ങളിലൂടെ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിപ്പിക്കും. ഇറാന്റെ ഈ പുതിയ വ്യോമാക്രമണ തന്ത്രം അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിന്റെ കണക്കുകൂട്ടലുകളെ പൂർണ്ണമായും തെറ്റിക്കുന്നതാണ്. പാട്രിയറ്റ്, താഡ് തുടങ്ങിയ ലോകോത്തര പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുണ്ടായിട്ടും
ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾക്ക് തങ്ങളുടെ താവളങ്ങളുടെ തൊട്ടടുത്ത് വരെ എത്താൻ കഴിഞ്ഞത് സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്ക കൂടുതൽ ശക്തമായ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടി വരും. ഈ ഡ്രോൺ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാലുകളും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഗൾഫ് മേഖല യുദ്ധക്കളമാകുന്നതോടെ രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരും. കുവൈറ്റും ബഹ്റൈനും പോലുള്ള പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ തൊട്ടടുത്ത് സ്ഫോടനങ്ങൾ നടക്കുന്നത് ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളായ ഒമാൻ, ഖത്തർ, UAE തുടങ്ങിയവരും അതീവ ജാഗ്രതയിലാണ്. തങ്ങളുടെ വ്യോമാതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഈ രാജ്യങ്ങൾ സൈന്യത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധം കൈവിട്ടു പോയാൽ അത് തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയും ബാധിക്കുമെന്ന് ഈ രാജ്യങ്ങൾക്കറിയാം. അതിനിടെ ഒരു നയതന്ത്ര പരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ ചില അറബ് രാജ്യങ്ങൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. എന്നാൽ അമേരിക്കയും ഇറാനും നയതന്ത്ര ചർച്ചകൾക്ക് ഒട്ടും തയ്യാറല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സമാധാന കരാറുകൾ പൂർണ്ണമായും തകർന്ന പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും പരമാവധി സൈനിക ശക്തി ഉപയോഗിച്ച് പരസ്പരം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഇറാന്റെ ഈ വൻ ഡ്രോൺ ആക്രമണത്തിന് പെന്റഗൺ എങ്ങനെ മറുപടി നൽകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത ഘട്ടം. വരും മണിക്കൂറുകളിൽ ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇതിലും വലിയ പ്രത്യാക്രമണം ഉണ്ടാകാനാണ് സാധ്യത. ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്നും പശ്ചിമേഷ്യ ഒന്നാകെ കത്തിയമരുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സൗദി അറേബ്യയ്ക്ക് പിന്നാലെ കുവൈറ്റും ജോർദാനും ബഹ്റൈനും യുദ്ധത്തിന്റെ നിഴലിലായതോടെ ലോകം മുഴുവൻ ആശങ്കയോടെയാണ് ഈ മേഖലയെ നോക്കിക്കാണുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തങ്ങളുടെ മണ്ണിൽ ഇനി സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ സൈനിക നീക്കം പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. തങ്ങളുടെ സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ അമേരിക്ക ബാധ്യസ്ഥരാണെങ്കിലും ഇറാന്റെ നിരന്തരമായ മിസൈൽ ഡ്രോൺ പ്രഹരങ്ങളെ പ്രതിരോധിക്കുക എന്നത് അവർക്ക് വലിയൊരു വെല്ലുവിളിയായി തുടരും. വരും മണിക്കൂറുകളിലെ സൈനിക നീക്കങ്ങൾ ലോക സമാധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.